മരണഭയമാണല്ലോ എല്ലാവർക്കും ഏറ്റവും ഇതുള്ളത്. അപ്പോൾ ഈ മരണഭയം കുറയ്ക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ച് ചിന്തിച്ചപ്പോഴാണ് ഈ നിയർ ഡെത്ത് സ്റ്റഡീസിനെ കുറിച്ച്. മാം, ഈ റീകാർണേഷൻ അല്ലെങ്കിൽ പുനർജന്മം അല്ലെങ്കിൽ മരണശേഷമുള്ള ജീവിതം ഇതിനെ പറ്റിയൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? സഡൻ ഡെത്ത് വന്ന് ആൾക്കാരാണ് റീഇൻകാർണേഷൻ വന്നത്. അതെല്ലാം ഒരു 3 to 7 years ഉള്ള കുട്ടികൾ ഇങ്ങനെ മെമ്മറി പറയുമ്പോൾ അതിനെ അന്വേഷിച്ച് പോയവരാണ്. ഇത് നമുക്ക് ഹാർട്ട് നിന്ന് കിടക്കുന്ന ഒരാൾക്ക് എക്സ്ട്രാ ഓപ്പറേഷൻ തിയേറ്ററിൽ എന്ത് നടക്കുന്നു, അല്ല റിസസിറ്റേഷൻ റൂമിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് അവരുടെ ഇടയിലെ സ്റ്റാഫ് അല്ലെ ഡോക്ടേഴ്സ് അല്ലെ നഴ്സസ് തമ്മിൽ സംസാരിച്ച സംസാരം അവർക്ക് ഓർമ്മ വരുന്നു. അവർക്ക് ചിലപ്പോൾ കണ്ണട വെക്കാതെ കാണാൻ പറ്റില്ലായിരിക്കും, അല്ലെങ്കിൽ ഇയറിംഗ് എയ്ഡ് ഉണ്ടെങ്കിൽ കേൾക്കാൻ പറ്റുള്ളായിരിക്കും. പക്ഷേ അവർക്ക് ഇതൊന്നും ഇല്ലാതെ തന്നെ എല്ലാം ക്ലിയറായിട്ട് കേൾക്കാനും മച്ച് മോർ ക്ലാരിറ്റിയോടെ, അതുകൊണ്ട് അവരൊക്കെ പറയുന്നത് മച്ച് മോർ പ്രൊഫൗണ്ട് എക്സ്പീരിയൻസ് ആണ് ഹിയറിങ്ങും. അത് ബോഡിയിൽ നിന്നും പുറത്തിറങ്ങിയിട്ട് നമ്മൾ മുകളിൽ നിന്ന് നമ്മുടെ ബോഡിയെ വീക്ഷിക്കുമ്പോൾ നമ്മൾ കാണുന്നത് അത് നമുക്ക് നമ്മുടെ കണ്ണ് വെച്ചല്ലേ കാണാൻ പറ്റുള്ളൂ. അവർക്ക് ഹോൾ ബോഡി വെച്ച് കാണാൻ പറ്റുന്ന പോലെയുള്ള ഒരു ഫീലിംഗ് ആണ് അവർ പറയുന്നത്. മരിച്ചെന്നോ അല്ല ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയേണ്ട വരുന്ന അതും ഇവർ കേൾക്കുന്നുണ്ട്. ഇപ്പം ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് വന്നപ്പോൾ ആണ് ഈ ഡോക്ടേഴ്സ് ഇതെന്താ ഇങ്ങനെ, നമുക്ക് നാച്ചുറലി അങ്ങനെ പറ്റൂലല്ലോ. ഈ റൂമിന്റെ വെളിയിലുള്ളത് നമുക്ക് ഒരിക്കലും കേൾക്കാനും കാണാനും കഴിയില്ല. അതുമല്ല, ഇയാള് ബോധമില്ലാതെ കിടക്കുക എന്ന് എല്ലാവർക്കും അറിയാലോ. റെസിസിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലെ അണ്ടർ അനസ്തീസിയയിൽ കിടക്കുന്ന ഒരാള് ഈ കാര്യങ്ങൾ എത്ര കൃത്യമായിട്ട് പറയുന്നു. അങ്ങനെ വന്നപ്പോഴാണ് ഈ ഡോക്ടേഴ്സിന് ഈ ഇൻട്രസ്റ്റ് വരുന്നത്. ഇന്ന് നമ്മളോടൊപ്പം തേവര ലൈഫ് കെയർ ഹോസ്പിറ്റലിലെ ജോളി തോംസൺ മാം ആണുള്ളത്. മാം നമസ്തേ. മാം, മോഡേൺ മെഡിസിൻ, സാധാരണ ഈ മോഡേൺ മെഡിസിൻ നോക്കുന്ന ആളുകൾ പലപ്പോഴും ഇപ്പോൾ ആഫ്റ്റർ ഡെത്ത് അല്ലെങ്കിൽ റീകാർണേഷൻ ഇതിനെപ്പറ്റി ഒന്നും അവെയർ ആയിരിക്കത്തില്ല, അല്ലെങ്കിൽ അവർ തള്ളിക്കളയുന്നൊരു സാഹചര്യമാണത്. അപ്പോൾ മാമിൻ്റെ കഴിഞ്ഞ ദിവസത്തെ 24-ലെ നമ്മളെ ആത്മാക്കൾ, മരണശേഷം ആത്മാക്കൾക്ക് എന്ത് സംഭവിക്കും അല്ലെങ്കിൽ ആത്മാക്കളുണ്ടോ എന്നൊരു ചർച്ചയിൽ അവൻ്റെ ഒരു ടോക്ക് കണ്ടിരുന്നു. ഇതിൻ്റെ ഒരു സയൻറ്റിഫിക്കൽ വർഷം എങ്ങനെയാണ് അതായത് സാധാരണ നമ്മൾ സയൻറ്റിഫിക് ആയിട്ട് ചിന്തിക്കുന്ന ഡോക്ടർമാർ അല്ലെങ്കിൽ സയൻറ്റിഫിക് ടെമ്പറുള്ള ഡോക്ടർമാരൊന്നും ഇതിനെ അങ്ങനെ ശരിയായിട്ട് കാണാറില്ല. മാം എങ്ങനെയാണ് ഈ ഒരു ഇൻട്രസ്റ്റിലേക്ക് വന്നത്? നമ്മൾ സയൻസിൽ ഇപ്പോൾ മോഡേൺ മെഡിസിനിലുള്ള സ്പെഷ്യാലിറ്റീസാണ്. അപ്പോൾ അവരോട് ഇപ്പോൾ കാർഡിയോളജിസ്റ്റിൻ്റെ അല്ലെ ഗൈനക്കോളജിസ്റ്റ്, നെഫ്രോളജിസ്റ്റ് അങ്ങനെ ഡിവൈഡ് ചെയ്ത് പോകുന്നു. അപ്പം ആർക്കും മറ്റുള്ളതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കാൻ നേരം കിട്ടാറില്ല. പക്ഷെ ചിലരൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ മറ്റുള്ള കാര്യങ്ങളും അന്വേഷിക്കുന്നത്. അപ്പം ഞാൻ ബേസിക്കലി ഇപ്പം ശരിക്കും ലൈഫ് സ്റ്റൈൽ ഡിസീസ് റിവേഴ്സലാണ്. ഞാൻ ബേസിക്കലി MD DGO ഗൈനക്കോളജിയാണ് വന്നിരിക്കുന്നത്. ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിലായിരുന്നു. ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിൽ പലപ്പോഴും നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഏറ്റവും ഇഫക്റ്റീവ് ആകുന്നത് ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യുമ്പോഴാണ്. ഇപ്പോൾ ഒബേസിറ്റി, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ എല്ലാം ഉണ്ടാവും പേഷ്യൻസിന്. അപ്പം അവിടെ വെച്ച് നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായി. അങ്ങനെ വന്ന് ഞാൻ ലൈഫ് സ്റ്റൈൽ കറക്ഷനിലേക്ക് ഇമ്പോർട്ടൻസ് വന്നു. അപ്പോൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്താണ് ഞാൻ ഇൻഫെർട്ടിലിറ്റി, വന്ധ്യത ട്രീറ്റ്മെൻറ്റൊക്കെ. അപ്പോൾ അവിടെ നമുക്ക് കാണുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഏറ്റവും അത്ഭുതം, പലർക്കും അറിയത്തില്ലാത്ത കാര്യമായിരിക്കും, നമ്മൾ ഈ 4 മാസം ആകുമ്പോൾ കുട്ടികളിൽ ഒരു അൾട്രാസൗണ്ട് സ്കാൻ നോക്കും, ഓർഗൻ സ്റ്റഡി എന്നും പറഞ്ഞ്, അതായത് കഞ്ചൻറ്റ് അബ്നോർമാലിറ്റി ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ അതിൽ ബ്രെയിനിനോ നട്ടെല്ലിന്, ഹാർട്ടിന്, അല്ലെങ്കിൽ ക്ലെഫ്റ്റ് ലിപ്പും ക്ലെഫ്റ്റ് പാലറ്റും ഉണ്ടെന്ന് പറഞ്ഞ പിള്ളേർക്ക് പോലും നമ്മൾ ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ, കറക്റ്റ് ഫുഡ് ന്യൂട്രീഷനും ഇതും കൊടുത്തു കഴിയുമ്പം അത് റിവേഴ്സ് ചെയ്യുന്നത്, അതായത് ഇൻട്രായൂട്രിൻ തന്നെ നമുക്കത് റിവേഴ്സ് ചെയ്യാൻ പറ്റും. അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മോഡേൺ മെഡിസിനിൽ അതൊന്നും നടക്കില്ല എന്ന് കരുതുന്ന കാര്യമാണ്. കാരണം 12 ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലെഫ്റ്റ് ലിപ്പും ക്ലെഫ്റ്റ് പാലറ്റും ഒന്നും പിന്നെ തിരിച്ചാകുകയല്ല എന്നുള്ളത്. പക്ഷേ നമ്മളത് 14 ആഴ്ചയും 16 ആഴ്ചയും ഉള്ളവരുടെ അൾട്രാസൗണ്ട് സ്കാൻ വെച്ച് തന്നെ ഒരു 1.5 മാസം ആകുമ്പോൾ തന്നെ നമ്മളത് കറക്റ്റ് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. കുഞ്ഞുണ്ടായപ്പോഴും കുഴപ്പമില്ലാതെ വരുന്നുണ്ട്. അപ്പം അങ്ങനെ ഉള്ള ഒരു ഇൻട്രസ്റ്റ് നമുക്ക് അപ്പോൾ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ബേസിക്കലി ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് റിവേഴ്സൽ ഇതിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പലപ്പോഴും ഈ കിഡ്നി ഫെയിലിയറിലേക്കൊക്കെ വന്നിരിക്കുന്ന 5th സ്റ്റേജുള്ള പേഷ്യൻസിനെയും ഒക്കെ ട്രീറ്റ് ചെയ്യാറുണ്ട്. അപ്പം നമ്മളപ്പോൾ അവർക്ക് എന്താണ് കംഫർട്ടിങ്, അവരുടെ എല്ലാം മരണഭയമാണല്ലോ എല്ലാവർക്കും ഏറ്റവും ഇതുള്ളത്. ഇപ്പോൾ ഈ മരണഭയം കുറയ്ക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ച് ചിന്തിച്ചപ്പോഴാണ് ഈ നിയർ ഡെത്ത് സ്റ്റഡീസിനെ കുറിച്ച് കൂടുതൽ ഞാൻ പഠിക്കാൻ കാരണം. പിന്നെ റീഇൻകാർണേഷൻ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന നിയർ ഡെത്ത് സ്റ്റഡീസ് എപ്പോഴും റീഇൻകാർണേഷൻ സ്റ്റഡീസിൻ്റെ കൂടെ പോകുന്നുണ്ട്. പിന്നെ ഞാൻ നോട്ട് ചെയ്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഓർഗൻ ട്രാൻസ്പ്ലാന്റ്, ഈ കിഡ്നി പേഷ്യൻസും ഒക്കെ എല്ലാവരും ഉണ്ടല്ലോ, ഓർഗൻ ട്രാൻസ്പ്ലാന്റിലേക്ക് പോകുമല്ലോ.
അപ്പോൾ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് വരുന്ന പേഷ്യൻസിൻ്റെ അവർക്ക് അവരുടെ കൊടുക്കുന്നവർക്കും ഡോണർക്കും റിസീവ് ചെയ്യുന്നവർക്കും വരാവുന്ന കാര്യങ്ങളെക്കുറിച്ച്, അപ്പം അങ്ങനെ പല ആസ്പെക്റ്റിനെ കുറിച്ച് വന്നപ്പോൾ നമുക്ക് ഈ ലോകത്തിൽ ഇത്രയും അധികം സ്റ്റഡി നടക്കുന്നുണ്ടെന്ന് അങ്ങനെ നോക്കിയപ്പോഴാണ് മനസ്സിലാകുന്നത്. അതും എല്ലാം മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ, മെഡിക്കൽ കോളേജ്, പുറത്തൊക്കെ പറയുന്ന മെഡിക്കൽ സ്കൂൾസ് എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അവിടെയൊക്കെയാണ് ഈ സ്റ്റഡീസ് നടക്കുന്നത്. കാർഡിയോളജിസ്റ്റ്, റിസസിറ്റേഷൻ മെഡിസിനിലെ ഡോക്ടേഴ്സ്, അതായത് നമ്മളുടെ ഇവിടെയാണ് എമർജൻസി മെഡിസിൻ ഡോക്ടേഴ്സ്, സൈക്യാട്രിസ്റ്റ്, സൈക്കോളജിസ്റ്റ്, ഇവരൊക്കെ നടത്തിയിരിക്കുന്ന സ്റ്റഡിയാണ്. അപ്പം വളരെ ഒരു 50 years-ആയിട്ട് അത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റഡീസ് വന്നിട്ടുണ്ട്. മാം, ഈ റീകാർണേഷൻ അല്ലെങ്കിൽ പുനർജന്മം അല്ലെങ്കിൽ മരണശേഷമുള്ള ജീവിതം ഇതിനെ പറ്റിയൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? നമ്മൾ ഞാൻ വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളതിനേക്കാളും കൂടുതൽ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്താണ് ലേറ്റസ്റ്റ്. നമുക്ക് വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്ധവിശ്വാസമാണ്, വിശ്വാസങ്ങളെല്ലാം അന്ധമാണ്. അതിന് ബേസ് ഉണ്ടാവണമെങ്കിൽ നമുക്ക് അതുകൊണ്ട് ഞാൻ എന്തായാലും എനിക്ക് എൻ്റെ റീകാർണേഷനെ കുറിച്ച്, പാസ്റ്റ് ലൈഫിനെ കുറിച്ച് എനിക്കറിയില്ല. ഞാൻ അതിനെക്കുറിച്ച് നോക്കിയിട്ടില്ല. ഇപ്പോൾ ഉണ്ട്, അതിനുകൊണ്ട് ഒരു സ്റ്റഡി നടക്കുന്നുണ്ട്. എൻ്റെ പിന്നെ ഹീലർമാരൊക്കെ ഇന്ന് ഒരുപാട് റീകാർണേഷനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ ആസ്പെക്റ്റ് ഞാൻ പറയാൻ എനിക്കതിനുള്ള, അപ്പം ഞാനിപ്പം നിയർ ഡെത്ത് എക്സ്പീരിയൻസ് വന്ന് അങ്ങനെയുള്ള ഡോക്ടേഴ്സ് ഒത്തിരി പേര് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഈവൻ കേരളത്തിൽ തന്നെ ഉണ്ട് പലരും. അതായത് അവരുടെ അനസ്തീസിയയുടെ ഇടയിൽ അല്ലെങ്കിൽ ഓപ്പറേഷൻ്റെ ഇടയിൽ ഈ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് വന്ന ഡോക്ടേഴ്സ് തന്നെ ഉണ്ട്. അപ്പം അത് അവർക്കേ പറയാൻ പറ്റുള്ളൂ. എനിക്ക് അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഒന്നും വന്നിട്ടില്ല. പിന്നെ ഈ റീഇൻകാർണേഷൻ്റെ സ്റ്റഡീസ് ഇപ്പം നമുക്ക് തന്നെ അറിയാം. ഈ ശാന്തി ദേവി, ലുക്തി ദേവി, ശാന്തി ദേവിയായിട്ടത് ഗാന്ധിജി തന്നെ ഒരു ടീമിനെ 15 member ടീമിനെ വെച്ച് അന്വേഷിപ്പിച്ച കാര്യങ്ങളും, അതുപോലെ ഒത്തിരി ഈവൻ ആക്സിഡൻ്റൽ ഡെത്ത് അല്ലെങ്കിൽ ഈ വെടിവെച്ച് കൊല ചെയ്യപ്പെട്ടവരും അതുപോലെ ഒരു സഡൻ ഡെത്ത് വന്ന ആൾക്കാരാണ് റീഇൻകാർണേഷൻ വന്നത്. അതെല്ലാം ഒരു 3 to 7 years ഉള്ള കുട്ടികൾ ഇങ്ങനെ മെമ്മറി പറയുമ്പോൾ അതിനെ അന്വേഷിച്ച് പോയവരാണ്. ഇപ്പോൾ ഡോക്ടേഴ്സും അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളും അന്വേഷിച്ച് പോയ ഒത്തിരി സ്റ്റഡീസ് ഉണ്ട്. ഇന്ത്യയിലുണ്ട്, വേൾഡ് ഓവർ ഉണ്ട്. അത് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നത് ഒരു ഇവാൻ സ്റ്റീവൻസൺ എന്ന് പറഞ്ഞൊരു ഡോക്ടറാണ്, അമേരിക്കയിലെ ഒരു യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടറാണ്. അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ സ്റ്റഡി നടത്തിയിരിക്കുന്നത്. അദ്ദേഹമായിട്ട് ചേർന്നൊരു നമ്മളുടെ നിംഹാൻസ്, ബാംഗ്ലൂരിലെ നമ്മുടെ മെയിൻ ന്യൂറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടല്ലോ, അവിടുത്തെ ഒരു ന്യൂറോ സയൻറ്റിസ്റ്റ് പ്ലസ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും കൂടെ കണ്ടക്ട് ചെയ്ത സ്റ്റഡീസ് ഉണ്ട്. അവരും അതിൻ്റെ ഒരു പാർട്ടായിരുന്നു ആ സ്റ്റഡിയുടെ. ഇപ്പോൾ ഈ സ്റ്റഡീസൊക്കെ വളരെ നമ്പർ കുറവാണല്ലോ, അതുകൊണ്ട് എപ്പോഴും മൾട്ടി സെൻറ്റർ സ്റ്റഡീസായിട്ടാണ് പല ലോകത്തിലെ ഡിഫറെൻറ്റ് സെൻറ്റേഴ്സിനെ വെച്ചുകൊണ്ടുള്ള സ്റ്റഡീസാണ് വരുന്നത്. ഇപ്പോഴും അതിൻ്റെ പഠനങ്ങൾ നടക്കുന്നുണ്ടോ? തീർച്ചയായും. ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു അത് ഈ റീഇൻകാർണേഷൻ്റെത് മറ്റേ ഈ സ്റ്റീവൻസൻ്റെ സ്റ്റഡി തന്നെ ഇപ്പം ഒരു ജിം ടക്കർ എന്ന് പറഞ്ഞ ഡോക്ടർ അവിടെയും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ലോകത്തെമ്പാടും അതിൻ്റെ പാർട്ടും അതിന് വേണ്ടിയിട്ട് പ്രത്യേക അസോസിയേഷനോ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ തന്നെയുണ്ട്. ഇങ്ങനെ പിള്ളേർ പറയുമ്പം അതിന് റിപ്പോർട്ട് ചെയ്യാനും അതിൻ്റെ കേസ് സ്റ്റഡി നടത്താനും കണ്ടക്ട് ചെയ്യാനും, അങ്ങനെയല്ലേ നമുക്കിതൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഒരാൾ പറഞ്ഞൊന്നും പറഞ്ഞ് നമുക്ക് സയൻറ്റിഫിക്കലി നമുക്ക് പ്രൂഫൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പം കൂടുതൽ ഇതും അതുമായിട്ട് എല്ലാം ഒരുപോലെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ അതിന് സാമ്യങ്ങൾ വരുന്നുണ്ടോ, അങ്ങനെയാണ് നമ്മൾ മെഡിക്കൽ സ്റ്റഡീസ് നോക്കുന്നത്. അപ്പം അതുപോലെയുള്ളത് ഇപ്പോഴും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് സ്റ്റഡീസ് ആണെങ്കിൽ ഇപ്പം ലേറ്റസ്റ്റ് വന്നിരിക്കുന്നത് ഒരു അവെയർ സ്റ്റഡി 1 വന്നായിരുന്നു. അത് 2002 എന്തോന്ന് തോന്നുന്നു. ഇപ്പം 2023 തോന്നുന്നു അതിൻ്റെ 2 വന്നിട്ടുണ്ട്. അപ്പം ആദ്യം വരുമ്പം അവെയർ സ്റ്റഡി നടത്തിയിരിക്കുന്നത് അത് റീസസിറ്റേഷൻ മെഡിസിൻ, അതായത് നമ്മുടെ പോലത്തെ എമർജൻസി യൂണിറ്റി നടത്തിയിരിക്കുന്ന അതിൻ്റെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറിൻ്റെ കെയർ ഓഫിൽ നടത്തിയതാണ്. അത് അവരാണെങ്കിലും നോക്കുന്നത് നമ്മുടെ ഹ്യൂമൻ ലൈഫിന് എന്ത് ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താം, അല്ല റീസസിറ്റേഷൻ എത്ര ബെറ്റർ ആക്കാൻ പറ്റുമെന്നും കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ ഒരു സ്പിരിച്വൽ ആ നിലയിലുള്ളതും അതുപോലെ തന്നെ. പക്ഷേ അവർ സ്റ്റഡിയുടെ എയിം അതായിരുന്നു. പക്ഷേ ഫൈനലി വരുമ്പോൾ ഈ സ്പിരിച്വൽ ആസ്പെക്റ്റിലേക്ക് ഈ ഡോക്ടേഴ്സ് എല്ലാം പോകുന്നുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ ഇവരെല്ലാവരും അവസാനം ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരെല്ലാം എൻ്റെ പിന്നെ ഇന്ത്യ ആൻഡ് ടിബറ്റാണ്. അതായത് നമ്മൾ ബുദ്ധിസം, ജൈനിസം,
ഹിന്ദു ഇതിലാണല്ലോ ഇത് വരുന്നത്. അപ്പം നാച്ചുറലി ഈ സ്റ്റഡീസ് നടത്തുന്നവരെല്ലാം ഈ ഒരു ഇൻട്രസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം വെസ്റ്റേൺ വേൾഡിൽ നമ്മൾ ഇന്ത്യൻ ഫിലോസഫിക്കൊക്കെ ഒത്തിരി ഇമ്പോർട്ടൻസ് വന്നിരിക്കുന്ന അങ്ങനെ പല ഡോക്ടേഴ്സും എഴുതി ബുക്കുകളുണ്ട്. ഈ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ചെയ്തവരും അതുപോലെ സ്റ്റഡി ചെയ്തവരും ഒക്കെ. അതിലൊരു മെയിൻ ഒരു ഡോക്ടർ റെയ്നോൾഡ് മൂഡി എന്ന് പറഞ്ഞു, അദ്ദേഹമാണ് ഇതിനൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യമായിട്ടുള്ളൊരു തുടക്കം ഇട്ടേ. അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫ് ആഫ്റ്റർ ലൈഫ് എന്നും പറഞ്ഞൊരു ബുക്കുണ്ട്. അതെനിക്ക് തോന്നുന്നു അറൗണ്ട് 2002 എന്തോ ആണ് ആദ്യം പബ്ലിഷ് ചെയ്തതെന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ സ്റ്റഡീസ് വരുന്നത് ശരിക്കും പറഞ്ഞ് 1975 തന്നെ സ്റ്റഡീസ് വന്നു തുടങ്ങി. എപ്പോഴോ ഒരു ബുക്ക് വന്നു, ഇയർ എനിക്ക് ഇത്ര ഇതില്ല. ഇപ്പം 2022 or 2023 അതിൻ്റെ ഒരു നെക്സ്റ്റ് വേർഷൻ വന്നിട്ടുണ്ട്. അതുപോലെ ഈ അവയർ സ്റ്റഡീസ് ആണെങ്കിലും ഇപ്പം ലേറ്റസ്റ്റ് വന്നിരിക്കുന്ന വേർഷനിൽ വന്നിരിക്കുന്നത് ഈ അതിൻ്റെ കൂടെ EEGയും ബ്രെയിൻ ഓക്സിജൻ മെഷർമെൻറ്റും കൂടെ ചെയ്തുകൊണ്ടുള്ള സ്റ്റഡിയാണ്. റിസസിറ്റേഷൻ ചെയ്യുന്ന ആളുടെ ബ്രെയിനിൻ്റെ ആക്ടിവിറ്റിയും അതുപോലെ ബ്രെയിനിൻ്റെ കോർട്ടിക്കൽ ഓക്സിജൻ ലെവലും കൂടെ നോക്കി അത്രയും സയൻറ്റിഫിക് ആയിട്ട് നടത്തിയിരിക്കുന്നത്. ഇത് ആ സമയത്ത് ഒരു ഹാലൂസിനേഷൻ ആയിക്കോട്ടെ, അതായത് ഇപ്പോൾ നമ്മളൊരു മരണത്തോട് അടുക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ ഉണ്ടാകുന്ന കെമിക്കൽ ചേഞ്ച് ഉണ്ടാകുന്ന ഒരു ഹാലൂസിനേഷൻ മാത്രമായിക്കൂടെ ഇത്? ഹാലൂസിനേഷൻ ഇതും തമ്മിൽ തിരിച്ചറിയാനായിട്ടും കൂടെ ഇത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എല്ലാ ഇത് വരുന്നവരെയും ഈ അതിനൊരു സ്പെഷ്യൽ അതിനകത്തൊരു ഡോക്ടർ ഗ്രേസ് സ്കെയിൽ എന്നും പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഫുൾ ഓർക്കുന്നില്ല, ഒരു ഡോക്ടർ ഗ്രേസ് ആണ്. അദ്ദേഹം ആണ് അതിന് വേണ്ടിയിട്ടൊരു സ്കെയിലും ഒരു സിസ്റ്റമാറ്റിക് പാറ്റേൺ കൊണ്ടുവന്നത്. അപ്പോൾ അതിനകത്ത് ഇത്ര പോയിൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അത് നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്നുള്ള നിലയിലേക്ക് വരുള്ളൂ. ഇപ്പോൾ 2002 അത് വീണ്ടും അത് റിഫൈൻ ചെയ്ത് ഇപ്പോൾ അത് നിയർ ഡെത്ത് സ്റ്റഡീസ് എന്ന് തന്നെയല്ല, അതിന് പറയുന്ന പേര് തന്നെ റീകോളിംഗ് എക്സ്പീരിയൻസ് ഓഫ് ഡെത്താണ്. നിയർ ഡെത്ത് ഒന്നുമല്ല, റീകോളിംഗ് എക്സ്പീരിയൻസ് ഓഫ് ഡെത്ത്, റെഡ് എന്നാണ്, റെഡ് സ്റ്റഡീസ് എന്നാണ് ഇപ്പോൾ അതിന് പേര് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ വളരെ ക്രൈറ്റീരിയ ഉണ്ട്, അല്ലാതെ നമ്മളെല്ലാ ഇതിലും നിയർ ഡെത്ത് സ്റ്റഡിയിലകത്ത് പെടുകയില്ല. അപ്പം പലർക്കും ഇപ്പം നമുക്ക് ഡ്രഗ്, ഇപ്പം LSD പോലെയുള്ള ഡ്രഗ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹലൂസിനേഷൻ വരും. അതൊന്നും ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനു വേണ്ടിയാണ് അവർ മോർ സ്ട്രിക്റ്ററായിട്ട് ക്രൈറ്റീരിയ കൊണ്ടുവന്ന് ഇങ്ങനെയുള്ള എക്സ്പീരിയൻസുകളൊന്നും ഇതിനകത്ത് വരരുത്. പിന്നെ നമ്മൾ ഈ അനസ്തീസിയയിൽ കിടക്കുന്ന ചില ഡ്രഗ്സിൻ്റെ ഇഫക്റ്റും വരും. ഇപ്പം കിറ്റമിൻ എന്നൊക്കെ പറഞ്ഞ് ചില മരുന്നുകളുണ്ട്, അത് നമുക്ക് ഡെലീറിയം ഇങ്ങനെ പല തോന്നലുകൾ വരുത്തും, ഹലൂസിനേഷൻസും ഒക്കെ. അതും ഇതും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഇത് നമുക്ക് ഹാർട്ട് നിന്ന് കിടക്കുന്ന ഒരാൾക്ക് എക്സ്ട്രാ എന്തൊക്കെ അതിനകത്ത് പലപ്പോഴും എല്ലാവർക്കും തന്നെ അതിനൊരു പ്രത്യേക പാറ്റേൺ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഡോക്ടേഴ്സൊക്കെ ഇൻട്രസ്റ്റഡ് ആയത്. അപ്പോൾ അത് നമ്മുടെ ബോഡിയിൽ നിന്ന് പുറത്തു പോകുന്ന പോലെ വരുന്നു. അവർക്ക് നമ്മളെ റീസസിറ്റേഷൻ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ എന്ത് നടക്കുന്നു അല്ല റീസസിറ്റേഷൻ റൂമിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് അവരുടെ ഇടയിലെ സ്റ്റാഫ് അല്ലെ ഡോക്ടേഴ്സ് അല്ലെ നേഴ്സസ് തമ്മിൽ സംസാരം അവർക്ക് ഓർമ്മ വരുന്നു. അവർക്ക് ചിലപ്പോൾ കണ്ണട വെക്കാതെ കാണാൻ പറ്റില്ലായിരിക്കും, അല്ലെങ്കിൽ ഇയറിംഗ് എയ്ഡ് ഉണ്ടെങ്കിൽ കേൾക്കാൻ പറ്റുള്ളായിരിക്കും. പക്ഷേ അവർക്ക് ഇതൊന്നും ഇല്ലാതെ തന്നെ എല്ലാം ക്ലിയറായിട്ട് കേൾക്കാനും മച്ച് മോർ ക്ലാരിറ്റിയോടെ, അതുകൊണ്ട് അവരൊക്കെ പറയുന്നത് മച്ച് മോർ പ്രൊഫൗണ്ട് എക്സ്പീരിയൻസ് ആണ്. ഹിയറിങ്ങും കാഴ്ചയും ഒക്കെ മച്ച് മോർ നമുക്കുള്ളതിനേക്കാളും കൂടുതൽ ഒരു 360 ഡിഗ്രി, അതായത് ഒരു ഈവൻ കബോർഡിനകത്തിരിക്കുന്ന കാര്യങ്ങൾ അറിയാൻ, അതായത് നമുക്ക് നമ്മളുടെ ഇപ്പോൾ ഉള്ള, അതായത് ബോഡിയിൽ നിന്നും പുറത്തിറങ്ങിയിട്ട് നമ്മൾ മുകളിൽ നിന്ന് നമ്മുടെ ബോഡിയെ വീക്ഷിക്കുമ്പോൾ നമ്മൾ കാണുന്നത്, അപ്പോൾ നമുക്ക് നമ്മുടെ കണ്ണ് വെച്ചല്ലേ കാണാൻ പറ്റുള്ളൂ, അവർക്ക് ഹോൾ ബോഡി വെച്ച് കാണാൻ പറ്റുന്ന പോലെയുള്ളൊരു ഫീലിംഗ് ആണ് അവർ പറയുന്നത്. പിന്നെ അവർ ചിലപ്പം പലർക്കും ഉണ്ട് ഈ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം വന്നു, അപ്പം അവർക്ക് ചിലപ്പോൾ കൺസെൻറ്റ് എടുക്കുമോ അല്ലെങ്കിൽ ബന്ധുക്കളോട് പോയി പറയേണ്ടി വരുന്നുണ്ട്, അല്ലെങ്കിൽ മരിച്ചെന്നോ അല്ലെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയേണ്ടി വരുന്ന അതും ഇവർ കേൾക്കുന്നുണ്ട്. ഇപ്പം ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് വന്നപ്പം ആണ് ഈ ഡോക്ടേഴ്സ് ഇതെന്താ ഇങ്ങനെ, നമുക്ക് നാച്ചുറലി അങ്ങനെ പറ്റൂലല്ലോ, ഈ റൂമിന്റെ വെളിയിലുള്ളത് നമുക്ക് ഒരിക്കലും കേൾക്കാനും കാണാനും കഴിയില്ല. അതുമല്ല ഇയാൾ ബോധമില്ലാതെ കിടക്കുക എന്ന് എല്ലാവർക്കും അറിയാലോ, റീസസിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലെ അണ്ടർ അനസ്തീസിയയിൽ കിടക്കുന്ന ഒരാൾ ഈ കാര്യങ്ങൾ എത്ര കൃത്യമായിട്ട് പറയുന്നു. അങ്ങനെ വന്നപ്പോഴാണ് ഈ ഡോക്ടേഴ്സിന് ഈ ഇൻട്രസ്റ്റ് വരുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നത് പല ഡോക്ടേഴ്സും അതുപോലെ ഇങ്ങനെ ഒരു ആദ്യം തുടങ്ങിയത് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ കുറേ 1-2 പേഷ്യൻസ് പറയാൻ തുടങ്ങി, അത് ഈ ഡോക്ടേഴ്സിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ വേറൊരു ഡോക്ടർ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു. അദ്ദേഹം മെഡിക്കൽ സ്കൂളിലേക്കൊക്കെ വരുന്നതിൻ്റെ മുമ്പ് നമ്മളുടെ ഇവിടുത്തെ 12ാം ക്ലാസ് കഴിഞ്ഞ് അവരൊന്ന് ആഘോഷിക്കാൻ പോയതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ
ഇപ്പം അവിടുത്തെ ഈ വെസ്റ്റല്ലേ, അവിടെ ഭയങ്കര തണുപ്പുമാണ്. ഈ തണുപ്പുള്ള ലേക്കിലേക്ക് വീണുപോയി. എന്നിട്ട് അതിൻ്റെ ഇയാൾക്ക് ഈ പറഞ്ഞതുപോലെ പിന്നെ അയാളെ റിവൈവ് ചെയ്തു. അപ്പോൾ ഇയാൾക്ക് ഈ എക്സ്പീരിയൻസ് അദ്ദേഹം ആരോടും പറഞ്ഞില്ല അന്ന്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തോന്നലാണ്, അല്ലെങ്കിൽ മാനസിക നില തെറ്റിയതാണെന്നല്ലേ പറയുള്ളൂ. അപ്പോൾ ഇത് ഈ മെഡിക്കൽ സ്കൂളിൽ വന്നു കഴിഞ്ഞിട്ട് ഈ ഡോക്ടറോട്, ഈ സ്റ്റഡി നടത്തുന്ന ഡോക്ടറുമായിട്ടും ഇത് ഡിസ്കസ് ചെയ്യാൻ, അവർ ഫ്രണ്ട്സായിരുന്നു, ക്ലാസ്മേറ്റ്സ് എന്തെങ്കിലും ആയിരിക്കും. അങ്ങനെയാണ് ആദ്യത്തെ സ്റ്റഡികൾ തന്നെ തുടങ്ങുന്നത്. അപ്പോൾ ഈ ഡോക്ടറും ഈ എക്സ്പീരിയൻസ് പറഞ്ഞു. അദ്ദേഹത്തിന് 17-18 വയസ്സുള്ളപ്പം ഉണ്ടായ എക്സ്പീരിയൻസ് അത്ര, ഈ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് കിട്ടുന്നവർ അത്ര ക്ലാരിറ്റിയോട് കൂടി അത് ഓർക്കുന്നുണ്ടെന്നുള്ളതുമാണ് പലട്ടെ. ഇനിയിപ്പം അതിനും സ്റ്റഡി നടക്കുന്നുണ്ട്. ചിലരൊക്കെ ഇല്ലാത്തത് അത് ഓർക്കാത്തത് കൊണ്ടാണോ, പക്ഷേ ഇപ്പം ഞാൻ ഈ പറഞ്ഞ 17 വയസ്സുള്ള ആ കുട്ടിയായിരുന്നപ്പോൾ ഇയാളിങ്ങനെ ലേക്കിൽ വീണുപോയി, ഡ്രൗണിങ് വന്നു, മരിച്ചു എന്ന് കരുതുന്നതാണ്. പിന്നെ റിവൈവ് ചെയ്ത് രക്ഷപ്പെട്ടതാണ്. അപ്പം ഇങ്ങനെയുള്ള എക്സ്പീരിയൻസാണ് ഈ ഡോക്ടേഴ്സിനെയൊക്കെ ഇതിലേക്ക് കൊണ്ടുവരാൻ പ്രേരിപ്പിക്കുന്നത്. ഈ മരണത്തിൽ നിന്നും തിരിച്ചു വന്നു എന്ന് പറയുന്ന ആളുകളൊക്കെ സ്വാഭാവികമായിട്ടും ഞാൻ 1-2 പേരോട് സംസാരിച്ചിട്ടുണ്ട്. അവരൊക്കെ പറയുന്നത് ഒരേ രീതിയിലുള്ള കാര്യമാണ്. അതായത് വലിയൊരു പൈപ്പിനകത്തൂടെ പോകുന്നു, വലിയൊരു പ്രകാശത്തിലേക്ക് പോകുന്നു, കുറച്ചടുത്ത് നിന്ന് ആ പ്രകാശത്തിനടുത്ത് കഴിയുമ്പോഴത്തേക്കും അവിടെ നിന്ന് ആരോ വലിച്ച് തിരിച്ച് ബോഡിയിലേക്ക് കൊണ്ടുവരുന്നൊരു കാര്യമാണ് പലരും പറയാനുള്ളത്. ഇത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ യാഥാർത്ഥ്യമാണോ?